വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി എഗ് കറിയാണ്. ആ എഗ് കറി ആണെങ്കിൽ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി. നമ്മൾ കുക്കറിലാണ് അത് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 പച്ചമുളക്, 5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പിഞ്ച് പെരിഞ്ചീരകം കൂടി ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവോള ഇട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് ആയപ്പോഴത്തേക്ക് സവോള ചെറുതായിട്ടൊന്ന് വാടി, കളറൊന്നും അങ്ങനെ മാറിയിട്ടില്ല. ചെറുതായിട്ട് ഇത് ബ്രൗൺ കളർ ഒന്നും ആകാൻ നമ്മൾ നിൽക്കണ്ട. ഇതുപോലെ ഒന്ന് സെമി ആയിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഗരം മസാല ഇടുന്നില്ല. അതിന് പകരമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച കൂടത്തിൽ ഒരു പിഞ്ച് പെരിഞ്ചീരകമാണ് നമ്മൾ ചതച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗരം മസാല വേണ്ട. പിന്നെ 1 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നല്ലതാ. ഇപ്പം എൻ്റെ ഈ പത്രം നന്നായിട്ട് പഴുത്തിട്ടില്ല. ഒരു നല്ല പഴുത്ത തക്കാളി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ആ പച്ചക്കുത്ത് മാറുന്നത് വരെ. പച്ചക്കുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മുളക് പൊടിയുടെ ഒരു കുത്തുമണമുണ്ട്. അത് പോകുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് വഴറ്റുവോ മിക്സ് ഒന്നും വേണ്ട. ഇനി പെട്ടെന്ന് തന്നെ ഇതിലോട്ട് നമ്മൾ തിളച്ച 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ്. തിളച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ ഇരിക്കും. ആ സവോളയൊക്കെ ഒന്ന് പൊതിയാൻ മാത്രമുള്ള വെള്ളം, കൂടുതൽ വെള്ളം വേണ്ട. ഇതിപ്പം തിളച്ചിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അങ്ങനെ തന്നെ പെട്ടെന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ച് 2 വിസിൽ വെക്കുന്നോണ്ട് വരെ വെക്കാം. കുക്കർ ഇപ്പോൾ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് 1 വിസിലും കൂടെ അടിപ്പിക്കണം. അങ്ങനെ മൊത്തം 2 വിസിൽ അടിക്കണേ. ഇപ്പം 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ വിസിൽ പോകുന്നോടം വരെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എയർ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ മുട്ടക്കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിത് ഒരുപാട് നേരം എണ്ണയിൽ ഇതിൽ സവോള വഴറ്റുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി നമ്മൾ തക്കാളി ഇട്ട് പൊടിയിട്ട് കുക്കറിലിട്ട് 2 വിസിൽ, ഒന്ന് ഫ്ലെയിം കൂട്ടിയും ഒന്ന് ഫ്ലെയിം കുറച്ചും 2 വിസിൽ കഴിഞ്ഞുള്ളത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നല്ല കുറുകിയ ഇരിപ്പുണ്ട്. സവോളയൊക്കെ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയാണ്. ഈ മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുഞ്ചെറിയ പിടി. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാര. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ കറിയുടെ ഉപ്പും എരിവും എല്ലാം ഒന്ന് ഈക്വലാകാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. എന്നിട്ട് മല്ലിയില ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ എന്തെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ്. ഇനിയും 1 മുട്ട നമുക്കൊന്ന് നടുവെ മുറിച്ചിട്ട് കൊടുക്കാവേ. അതെന്തിനാന്ന് വെച്ചാൽ ആ മുട്ടയുടെ ആ ഉണ്ണിയുടെയൊക്കെ ഒരു ഫ്ലേവർ നമ്മുടെ ചാറിനൊക്കെ വരും.
എന്നാലേ നമ്മുടെ മുട്ടക്കറിക്ക് ചാറിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതൊന്ന് ഇളക്കി ഈ സവോളയ്ക്കകത്തൊന്ന് മൂടിയിട്ട് കൊടുക്കാം. ഇനിയും നമ്മുടെ അല്ലാത്ത മുട്ടയൊക്കെ അതിൻ്റെ ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ അതിനകത്തോട്ട് ആ എരിവൊക്കെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 6 മുട്ടയാണ് ഞാൻ എടുത്തത്. അതിലൊരു മുട്ട മാത്രം ഞാൻ 2ആയിട്ട് പിളർന്ന് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അല്ലാതെ തന്നെ. ഇനി ഇപ്പം ഈ ചാറി കിടന്ന് ഇതൊന്ന് ചെറിയ തീയിൽ മതി. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. എഗ് കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതാണെങ്കിൽ അപ്പം, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം അതിനോടൊക്കെ സൈഡായിട്ട് നമുക്ക് കറിയായിട്ട് കൂട്ടാനാണ്. Hope you all like this video. Thank you and bye bye. See you all in the next video.